ചങ്ങാതിമാരെ ഗുഡ് മോർണിംഗ്. സുഖല്ല എല്ലാവർക്കും? ഷമീം കൽപ്പേനിയാണ്. ഒരു അടിപൊളി ലക്ഷദ്വീപ് യാത്ര ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റിൽ വരിക, ലക്ഷദ്വീപിൽ നിന്നേ ഇതുപോലെ കപ്പലിൽ തിരിച്ചു പോവുക. ഒരു അടിപൊളി യാത്രയായിരിക്കും. ഫ്ലൈറ്റ് കയറാത്തവർക്ക് ഫ്ലൈറ്റ് കയറലുമാവും, കപ്പൽ കയറാത്തവർക്ക് കപ്പൽ കയറലാവും. ഇത് ആ കാണുന്നത് കണ്ടില്ലേ, ലക്ഷദ്വീപിലേക്ക് വരുന്ന ഏറ്റവും വലിയ കപ്പലാണ് MV കവരത്തി എന്നാണ് അതിൻ്റെ പേര്. 700 പേരാണ് അതിൽ യാത്ര ചെയ്യുന്നത്. ഇതാ ഇപ്പം ഞങ്ങൾ ആ കാണുന്ന കപ്പലിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്ത് കപ്പലിൽ യാത്രയ്ക്ക് നടത്തണം. ഇത് കപ്പലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ തോണിയിൽ കയറുകയാണ്. ഈ ചെറിയ തോണിയിൽ കയറിയിട്ട് വേണം കപ്പലിൻ്റെ അടുത്തേക്ക് പോകാൻ. ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പലിൻ്റെ അടുത്ത് എത്താം. ലക്ഷദ്വീപിലേക്ക് പോരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്തതിന് ശേഷം നേരെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോവുക. അക്ഷയയിൽ പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോവുക. എന്നിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട. ഇന്ന് പോയിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. മാക്സിമം പോയാൽ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. അങ്ങനെ ഈ കാണുന്ന ചെറിയ തോണിയിൽ യാത്ര ചെയ്ത് കപ്പലിൻ്റെ അടുത്തെത്തിയിട്ട് കപ്പലിലേക്ക് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. 2 ജോലിക്കാരുണ്ടാവും. അവരുടെ കൈ പിടിച്ച് ഇങ്ങനെ ഇതുപോലെ കപ്പലിലേക്ക് കയറേണ്ടി വരും. ഓരോരുത്തരായിട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കപ്പലിൻ്റെ ഉൾഭാഗം കണ്ടോളൂ. അങ്ങനെ PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും. വീണ്ടും ഒരു 15 ദിവസം കാത്തു നിൽക്കണം. നിങ്ങൾ ഏത് ഡേറ്റിലാണ് ലക്ഷദ്വീപിലേക്ക് പോകുന്നത് അതിൻ്റെ 14 ദിവസം മുമ്പ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തെങ്കിൽ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടുകയുള്ളൂ. കപ്പലിൽ നമ്മളെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബങ്ക് ക്ലാസ് ആണ്. കപ്പലിൽ 3 തരം സീറ്റുകളുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, ബങ്ക് ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും ബങ്ക് ക്ലാസ്സാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ വന്ന് കാഴ്ചകൾ കണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റുഭാഗത്തും ഇരിക്കാം. ഈ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. ചുറ്റുഭാഗത്തും പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് കപ്പലിൻ്റെ ഏറ്റവും മുകളിലാണ് ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ഇവിടെ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയും ജനങ്ങളായിരിക്കും. ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും. ഉച്ച സമയത്തൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല, കാരണം അവിടെ ഇരിക്കാനൊന്നും പറ്റൂല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാത്രി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കപ്പൽ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 2 മാസം മുമ്പെങ്കിലും PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ ഏൽപ്പിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മുടെ പാക്കേജ് വരുന്നത് 3 രാത്രിയാണ്. 3 രാത്രിയാണ് നമ്മൾ ലക്ഷദ്വീപിലുണ്ടാവുക. 4ാമത്തെ ദിവസം നമ്മുടെ പാക്കേജ് തീരും. തിരിച്ച് നിങ്ങൾക്ക് കൊച്ചിയിലേക്കോ ഗോവയിലേക്കോ ഫ്ലൈറ്റിൽ വരാം. 2 ഭാഗത്തേക്കും നിങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് വരികയാണെങ്കിൽ കറക്റ്റ് പാക്കേജ് തീരുന്ന 4ാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇനി 1 സൈഡ് ഫ്ലൈറ്റ്, 1 സൈഡ് കപ്പൽ, അല്ലെങ്കിൽ 2 സൈഡ് കപ്പലാണെങ്കിൽ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരു 10 ദിവസം നിങ്ങൾ മാറ്റി വെക്കണം. 10 ദിവസം മാറ്റി വച്ചേ മതിയാവും. ലക്ഷദ്വീപിൽ വന്നിട്ട് ഞങ്ങൾക്ക് കല്യാണമുണ്ട്, കുടിയിരിക്കലുണ്ട്, ഗൾഫിൽ പോകണം, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം, നടക്കുന്ന കേസല്ല. കപ്പൽ യാത്ര, അത് ഒരു ഭാഗത്തേക്കാവട്ടെ 2 ഭാഗത്തേക്കാവട്ടെ, നിങ്ങൾ കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം ഈ യാത്രയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം. നമ്മുടെ പാക്കേജ് 3 രാത്രിയാണ്. ഈ കാണുന്നതാണ് സെക്കൻഡ് ക്ലാസ്. ഞാൻ പറഞ്ഞല്ലോ, കപ്പലിൽ 3 തരം സീറ്റുകളുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, ബങ്ക് ക്ലാസ് ഉണ്ട്. ഈ കാണുന്നത് സെക്കൻഡ് ക്ലാസ് ഹോട്ടലാണ്. കപ്പലിൽ 2 തരം ഹോട്ടലുണ്ട്. സെക്കൻഡ് ക്ലാസ് ഹോട്ടലുണ്ട്, ഫസ്റ്റ് ക്ലാസ് ഹോട്ടലുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചിക്കൻ ഫ്രൈ, ചോറ്, പരിപ്പ് കറി, ഫുഡൊക്കെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരും. 50 റുപ്യ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ക്ലാസ്സിൽ. ഇനി ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. കപ്പലിലെ വൈകുന്നേര കാഴ്ചയാണ്. കുറച്ച് ദ്വീപിലത്തെ പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് പാട്ടുപാടിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാനിവിടെ ഇരുന്നിട്ട് കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുത്താലും സെക്കൻഡ് ക്ലാസ് എടുത്താലും ബങ്ക് ക്ലാസ് എടുത്താലും ഉറങ്ങാൻ വേണ്ടി മാത്രമേ നമ്മൾ റൂമിലേക്ക് പോകാറുള്ളൂ, സീറ്റിലേക്ക് പോകാറുള്ളൂ. ബാക്കി സമയത്ത് നമ്മൾ ഇതുപോലെ കപ്പലിൻ്റെ ഏറ്റവും മുകളിലാണ് ഇരിക്കൽ. പിന്നെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ
നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് വേണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എടുക്കാം, സെക്കൻഡ് ക്ലാസ് വേണമെങ്കിൽ സെക്കൻഡ് ക്ലാസ് എടുക്കാം. ഇതേ കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ 20 മണിക്കൂറൊക്കെ കപ്പൽ യാത്ര നടത്തിയാൽ നമ്മൾ ഇതുപോലെ കൊച്ചിയിലെത്തും. കപ്പൽ നേരെ കൊണ്ടുവന്ന് കരയിൽ കെട്ടും. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇറങ്ങി വരണം. ഇതേ ഞങ്ങൾ കൊച്ചിയിലെത്തിയ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ചങ്ങാതിമാർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും. അങ്ങനെ ലക്ഷദ്വീപ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും കപ്പൽ യാത്ര